ഹലോ ഓൾ, ഐ എം റസ്തം. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ആയിട്ട് ഒരാളുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഈസയാണ്. ഈസന്റെ മകനാണ്. അപ്പം ഇന്നത്തെ ഒരു സെഷനുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് വൈ ഹി ഈസ് ഹിയർ എന്നുള്ളത്. ഹായ്, ഐ എം റസ്തം. ഐ ഷെയർ മൈ പാരന്റിങ് ജേർണി ഹിയർ. കാരണം പലരും നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിനെ പറ്റി, കോഡിംഗ് കുട്ടികൾക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞത് CS50 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാനും ഈസയുമായി ഒരുമിച്ച് ചെയ്തിരുന്നു എന്ന്. അപ്പം പലരും വന്ന് ചോദിച്ചിരുന്നു, ഒരു CS50യെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ, എങ്ങനെയാണ് ഈ കോഴ്സ് എടുക്കുക, ആ കോഴ്സിലൂടെ ഒന്ന് വാക്ക് ത്രൂ ചെയ്യാമോ എന്ന്. അപ്പം ഇന്ന് അതുകൊണ്ടാണ് ഈസിയായിട്ട് ഇവിടെ ആ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതെന്താണ്, എങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാം, ഒരു രൂപ പോലും മുടക്കാതെ എങ്ങനെ നിങ്ങൾക്ക് ഒരു വേൾഡിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അപ്പൊ ഈസാനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈസയും ഞാനും CS50 ഒരുമിച്ച് ചെയ്തതാണ്. പിന്നീട് ഹി ടുക്ക് ഓൺ വിത്ത് CS50, അല്ലെങ്കിൽ CS50യുടെ തന്നെ മൾട്ടിപ്പിൾ അതർ കോഴ്സസ് ചെയ്തു. ആൻഡ് ഹി വർക്ക്സ് ആസ് എ ഡെവലപ്പർ ആയിട്ട് വർക്കും കൂടെ ചെയ്യുന്ന ആളാണ് ഈസ. എല്ലാം വിത്ത് സ്റ്റഡീസ്. ഓക്കെ ഈസ, സോ എന്താണ് CS50 എന്ന് പറഞ്ഞോളൂ. CS50 is Howard's first year course for undergrads, and it basically lays the foundation for CS. And if you want to explore development further on, it serves as a foundational course. അപ്പം ഒരു കമ്പ്യൂട്ടർ സയൻസ് തിങ്കിങ്ങിന്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസിനെ പ്രാക്ടിക്കലി മനസ്സിലാക്കാനും, പക്ഷെ ഒരു ആ ലോജിക്കൽ തിങ്കിങ് പ്രോസസ്സ് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഫണ്ടമെന്റൽ ആയ വളരെ നല്ലൊരു കോഴ്സാണ്. അപ്പം ആ കോഴ്സിന്റെ ഒരു ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്ന മുമ്പ്, എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഏതെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് എല്ലാ പ്രാവശ്യവും, അതായത് എല്ലാ ഇയറിലും അവരുടെ വീഡിയോ They shoot the video again and they update the course materials, and improve it. എവറി ഇയർ ദേ ആക്ച്വലി എന്ത് ചെയ്യും, ആ കോഴ്സിന്റെ വീഡിയോസ് അവർ മാറ്റും. അതേപോലെ തന്നെ എവറി ഇയർ അതിന്റെ കോഴ്സ് മെറ്റീരിയൽസ്, അതേപോലെ തന്നെ അതിലുള്ള പ്രൊജക്ട്സ്, ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അതിന് കാരണം ദിസ് ഓൾ കോഴ്സ് ഒരു ലൈവായിട്ട് ഹാർവാർഡിൽ നടക്കുന്നതാണ്, അല്ലെ? ഹാർവാർഡിൽ എങ്ങനെയാണ് ഈ കോഴ്സ് നടക്കുന്നത് എന്ന് പറയും. The course is shot in Santia's Theatre in Harvard, and it's one of the largest theater there. Who is the professor? Oh yeah, it's taught by Professor David J. Milan, and Isa David J. Milan ഒരു ഫാനാണ്. This is a fanboy of David J. Milan. So yeah, that's why there was ഒരു സ്മൈൽ ഉണ്ടായിരുന്നല്ലോ ആളില് ഡേവിഡ് ജെ മെലാനെ പറ്റി പറയുമ്പോൾ. സോ ഞങ്ങളുടെ വീട്ടിൽ നോർമലി പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പേരുകളിലൊന്നാണ് ഡേവിഡ് ജെ മെലാൻ. സോ ഹി ഈസ് ആക്ച്വലി one of the വേൾഡിലെ ലീഡിങ് പ്രൊഫസേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ അപ്പം ഈ കോഴ്സ് ആരാ അറ്റൻഡ് ചെയ്യാം, ഒരു ഹാർവാർഡിൽ ആരാക്കി ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്? Okay, so this course is primarily attended by undergrads. അത് ഫസ്റ്റ് ഇയർ കുട്ടികളാണ്, ഒരു first year സ്റ്റുഡൻസ്. അതായത് ഒരു പുതിയ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ എത്തുന്ന കുട്ടികൾ, അവരുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ കോഴ്സിൽ ഒന്നാണ് CS50 എന്ന് പറയുന്നത്. സോ അപ്പം ഇത് ഈ കോഴ്സിനെ എടുക്കുമ്പോൾ നമ്മൾ ആ കോഴ്സ് ഒരു വീഡിയോയിലൂടെയാണ് ലെക്ചർ കാണുന്നത്. ആക്ച്വലി if you are going to actually to Cambridge, and you are actually going to Harvard, you are in that area, you can visit, right? അവിടെ CS50 ഇപ്പം ഓൺലൈനിൽ നിങ്ങൾ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ പോലും, you can actually ask for an appointment, you can go there and actually you can physically attend the course. അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ ഓവർനൈറ്റ് ഹാക്കത്തോൺ പോലെ they did something actually like puzzle stage one where they sit up all night long, and അങ്ങനെയുള്ള ഇവന്റ്സിലൊക്കെ ആക്ച്വലി you can seek permission and maybe you are in that area, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും കൂടെ പറ്റും. സോ ഇത് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റോട് കൂടി വി വിൽ ഷോ സം ഓഫ് ദ വീഡിയോസ് ആൻഡ് ഓൾ. അപ്പം ആ വീഡിയോ അവിടെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ആ തിയേറ്റർ എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ വെരി ഹെവി തിയേറ്റർ, ആൻഡ് ദ ഹോൾ തിയേറ്ററിൽ ഫുൾ കുട്ടികൾ ഇരുന്നിട്ടുള്ളൊരു സെഷനാണ് നടക്കുന്നത്. ദേ യൂസ് ലോട്ട് ഓഫ്, നിങ്ങൾ പലരും ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ ഒരു ഡോഗിന്റെ വീഡിയോ കണ്ടിട്ടില്ലേ? ഈ ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് സെമസ്റ്റർ കോഴ്സിൽ പഠിപ്പിക്കാൻ ഉണ്ടായത് ഈ ഡോഗും കൂടെ അല്ലേ? സോ ക്യാൻ യു ടേക്ക് ആക്ച്വലി വൺ ഓഫ് ദ വീഡിയോ, നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് പാസ് ചെയ്യാം ആക്ച്വലി.
This is CS50, Harvard University's Introduction to the Intellectual Enterprises of Computer Science and the Art of Programming. And this is Spot. And our thanks to our friends at 3D Cowboys for bringing him by class today. Perhaps a round of applause for our special Professor Gav. This is actually one of the long running course. Harvard നടക്കുന്ന long running course ആണ്. He attended this course അല്ലേ? Yeah. Can you tell everyone David J. Malan ഒരു story എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. So David J. Malan came to Howard studying law, and then he took CS50, and he's now the greatest professor in CS. Yeah, so he jumped his course, law, philosophy, government ഒക്കെ പഠിക്കാൻ വേണ്ടി ഹാവാർഡിലെത്തിയ ആള് ഫസ്റ്റ് ഇയർ ഈ കോഴ്സ് എടുത്തു. Then actually he moved into CS ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറി. Now he is one of the greatest professor in computer science. Okay. That's the intro to the intro. Yeah. Intro ഇതാണ്. ഞങ്ങള് കുറച്ചെങ്കിലേ ഉള്ളൂ. It is heavy course ആണ്. It's even the auditorium, even the എന്താ പറയാ gadget they use, even the problem sets they give, everything is very wonderful. നമുക്ക് ഈ കോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസിക്ക് തോന്നിയ ഒരു ആഗ്രഹം എന്താണ്? That's interesting question. Do you thought about sitting in that same classroom? Yeah, I thought about that in fact. Yeah, he was always dreaming about sitting in the same classroom, attending to David J. Malan. So yeah, that kind of impact this kind of course gives provides, right? Yeah. So let's go then actually explain എവിടെ ഈ കോഴ്സ് ഏത് വീക്കിലാ ഈസ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീക്കിലാ? No, it started in the week 0. Oh, so why course starting in week 0? ഞങ്ങളൊക്കെ നാട്ടിൽ 1 2 3 4 എന്താ ഇത് 0 You start counting is in zeros in computer language. Okay. So In natural numbers we start counting from 1 2 3, but in computer science we start counting from 0. So they start from 0. എന്തായിരിക്കും ഒരു വീക്കിൽ എന്തൊക്കെയായിരിക്കും ഈസ ഉണ്ടാവുക? It basically contains a lecture, and after that you have shorts to watch, and there are small videos that focus on topics discussed in the lecture but in more detail, and you got a problem set. In a week there must be at least 2 problem sets for a student to achieve, and that consists of a problem basically, and you got to implement that in code. അപ്പം ഓരോ വീക്കിലും there will be lecture ഉണ്ടാവും. ആ lecture റിയലി ഹാവാർഡിൽ നടന്ന നമ്മൾ പറഞ്ഞില്ല ആ ഹാളിൽ നടന്ന lectures ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് there will be supporting ആയിട്ടുള്ള ഷോർട്ട് സ്മോളർ ചില കൺസെപ്റ്റ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ആണ്. അത് ഓപ്ഷണൽ ടു വാച്ച് ആണ്. എന്നിട്ട് there will be projects. ആക്ച്വലി ആ പ്രൊജക്ട് നമുക്ക് ചെയ്ത് പ്രോബ്ലം സെറ്റ്, they call it problem set. ആ പ്രോബ്ലം സെറ്റ്സ് ചെയ്യുക, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ ആക്ച്വലി ഹാപ്പൻ ചെയ്യുക. You also got a grade book in which you can see all the problem sets you did, your score, etc. Yes. അപ്പം എത്ര വീക്ക് ഉണ്ട് ഈസ? You got 10 weeks in fact. 11 വീക്ക് അല്ലേ 0 ന്ന് തുടങ്ങുമ്പോൾ? Oh, yeah. Yes. So 0 ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വീക്ക് വരെ. അപ്പം ടോട്ടൽ 11 വീക്ക് ആണുള്ളത്. ഞാനും ഇപ്പൊ നമുക്കതൊരു 11 വീക്കിൽ ചെയ്യണം എന്നില്ല അല്ലേ? No. ഞങ്ങളിപ്പം ഈസ ഇപ്പൊ അത് ചെയ്ത ഒരു ഏജ് എന്ന് പറയുന്നത് 8 ഇയേഴ്സിലോ 9 ഇയേഴ്സിലോ 9 ഇയേഴ്സിലാണ് ഈസ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 10 എത്തുന്നതിന് തൊട്ട് മുമ്പ് കംപ്ലീറ്റ് No, ചെയ്തല്ലേ? at 10. 10 ജസ്റ്റ് എത്തിയപ്പം Yeah. ഈസ അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഈസ ഇറ്റ് ടുക്ക് ആക്ച്വലി ഫോർ ഈസ ഫോർ 1 എൻറ്റയർ ഇയർ. എനിക്കും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. വി ടുക്ക് 1 എൻറ്റയർ ഇയർ ചെയ്തിരുന്നു. അപ്പം ഈവൻ അവരൊരു സെമസ്റ്റർ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സെറ്റ്, അതായത് കംപ്ലീറ്റ് ചെയ്ത പ്രോബ്ലം സെറ്റ് ഒന്നും കൂടെ ചെയ്യണ്ടല്ലോ അല്ലേ? If you're doing the course even after December, comparatively to the date in which you started, then you have to resubmit all your problem sets. Yes. ഒന്നുകൂടെ റീസബ്മിറ്റ് ചെയ്താൽ മതി, ഒന്നും കൂടെ ചെയ്യേണ്ട You ആവശ്യം. don't need to do that. ഡിസംബർ ആണ് അവരുടെ കട്ട് ഓഫ് മന്ത്. അപ്പൊ നമുക്ക് അതിന് ജാനിന് തുടങ്ങിയാലും അടുത്ത ഡിസംബർ ആകുമ്പോൾ കട്ട് ഓഫ് ആവും. അപ്പൊ ഒന്നും കൂടെ പ്രോബ്ലം സെറ്റ്സ്, പഴയ പ്രോബ്ലം സെറ്റ്സ് റീസെറ്റ് ചെയ്താൽ മതി. നമ്മൾ ചെയ്യാത്തത് പിന്നെ പുതിയതായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം 0th വീക്കിൽ ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ഒക്കെ. അപ്പം ഒരാൾക്ക് ഇത് ചെയ്യാനും കൂടെ വേണ്ടിയാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എവിടെ പോയിട്ടാണ്, എവിടെയാണ് ലോഗിൻ ചെയ്ത്, ഏത് സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്? നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞു, പേയ്മെന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം എവിടാണ് അവർ പോകേണ്ടത്? So in order to attend this course, you must have a negative account starting first,
And secondly, you got to go to, it's also available in EDX. You can search for CS50 CS50 EDX എന്ന് സെർച്ച് ചെയ്യാം. and You will can, see this course actually. അപ്പം and CS50 EDX എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് ഇവിടെ ഏതാണ് അതിലെ കോഴ്സ്? CS50 AP ഗെയിം ഡെവലപ്പേഴ്സ്. ഈ കോഴ്സ് എവിടെയാണ്? Yeah. ഇതാണ്. it's over here. ദിസ് ഈസ് എ കോഴ്സ് ആക്ച്വലി. CS50 ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. യു ഗെറ്റ് ഹാർവാർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. EDX എന്താ പറയുക, സർട്ടിഫൈ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ യു മേ പേ സംതിങ് എക്സ്ട്രാ. $99 പേ ചെയ്താൽ EDXന്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഹാർവാർഡിന്റെ മാത്രമാണെന്നുണ്ടെങ്കിൽ യു ഓൺലി നീഡ് ടു പേ. ഒന്നും പേയണ്ട, ഇറ്റ്സ് ഫ്രീ ആക്ച്വലി. സോ ഇവിടെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. എൻറോൾ ചെയ്തിട്ട് പിന്നെ അവർ വെക്കുന്ന വിൻഡോ ഒന്ന് കാണിച്ചു കൊടുക്കും. ഈ ഒരു പാറ്റേണിലായിരിക്കും ഹൗ ഇറ്റ് വിൽ ബി വീക്ക് 0, 1, 2, 3 എന്ന് പറഞ്ഞു വരിക. സോ ഹൗ ആക്ച്വലി നമുക്ക് 0th വീക്കിലേക്ക് പോവാം അല്ലേ? Yeah. Okay. So the 0th week actually gives you the fundamental concepts like bits and bytes, and it starts you with Scratch, which is a drag and drop based programming language. Not a programming language, yeah, it's somewhat similar to that. And ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് yeah, അതിലാണ് സ്ക്രാച്ച് എന്ന് പറയുന്ന MIT ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. 0th വീക്ക് എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന, ഏത് ഏജിലുള്ള കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് 0th ഏജ് എന്ന് പറയുന്നത്. സോ ദർ വിൽ ബി വീഡിയോ, സോ യു ക്യാൻ ആക്ച്വലി ജസ്റ്റ് സ്കിം ത്രൂ ദ വീഡിയോ, ജസ്റ്റ് ഷോ സം ഓഫ് ദ പാർട്ട്. എന്താ സ്ക്രാച്ച് എന്നുള്ളത് കാണിച്ചാൽ നന്നായിരിക്കും. this is how Scratch looks like. So you got blocks over here, and you can drag these to, you can drag these over to here so that the code can run. യെസ്. അപ്പം ഇങ്ങനെയുള്ളൊരു ഒരു ലാംഗ്വേജിൽ, ബട്ട് എന്തിനാ ഈ സ്ക്രാച്ച് പോലെ ഒരു ബ്ലോക്ക് ലെവൽ ലാംഗ്വേജ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? When you transition to C, which is an text-based programming language, it makes it easy for students to understand concepts which are in Scratch, but when you translate it into C, it gives you more visual understanding of how blocks, what Yes. code is. അപ്പം ഇവിടെയും നമ്മൾ സ്ക്രാച്ച് വെച്ചിട്ട് ഫണ്ടമെന്റൽ ആക്ച്വലി ലൂപ്സും ഇഫ് കണ്ടീഷനും അതേപോലെ തന്നെ ദർ ആർ തിങ്സ് ലൈക്ക് എന്താ പറയാ ഫങ്ഷൻസും ഇതെല്ലാം ചെയ്യും സ്ക്രാച്ച് വെച്ചിട്ട്. സോ ആ ഒരു വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കോഡിങ് എത്തിക്കുകയാണ്. അപ്പം അതാണ് ഫസ്റ്റ് വീക്ക് ഉള്ളത്. അത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വീക്ക്. എന്താ എൻ്റെ ഇതാണ് ഈസിയസ്റ്റ് ആണ്. എനിവൺ ക്യാൻ ആക്ച്വലി കംപ്ലീറ്റ് ദാറ്റ് വൺ. So അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലം സെറ്റ്, there will be a problem set for that. So basically for week 0, you can implement whatever you need. You got to set the requirements on the blocks you use in Scratch, function, make my own block, I think so, etc. എന്നിട്ട് എവിടെ എന്തൊക്കെ ഉണ്ടാവും, അവിടെ നോട്ട്സ് ഉണ്ടാവും, സ്ലൈഡ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. Yeah. അതേപോലെ തന്നെ പ്രോബ്ലം സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്രോബ്ലം സെറ്റ് അവിടെ ഒരു പ്രോബ്ലം സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം സ്ക്രാച്ചിലേക്ക്. അപ്പം സ്ക്രാച്ചിൽ ചെയ്തൊരു പ്രോബ്ലം സെറ്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ആക്ച്വലി ദ പ്രോബ്ലം സെറ്റ്. അപ്പം ഇത് എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് വെരി വെരി വണ്ടർഫുൾ ടു ഗോ ഇൻ ടു വീക്ക് 0. And here are the requirements, like 2 sprites are needed at least, 3 scripts, etc. ഈ സ്പ്രൈറ്റും സ്പ്രിന്റും ഒക്കെ നിങ്ങൾക്ക് എന്താണ്, സ്പിരിറ്റും സ്ക്രിപ്റ്റും ഒക്കെ എന്തൊക്കെയാണ്, സ്പ്രൈറ്റ്സും എന്തൊക്കെയാണെന്ന് when you learn scratch you will understand. നമ്മളിപ്പോ അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. But actually it is a very nice രസമുള്ളൊരു ഫസ്റ്റ് 0th week, not first week, 0th week ആണ് of programming ആണ്. Then it comes to week 1.